ഒരു അമ്പെയ്ത്തുകാരൻ, അദ്ദേഹത്തിന് നല്ല ആകാരവടിവുണ്ട്, അത്യാവശ്യം പരിശീലനമൊക്കെ കിട്ടിയിട്ടുണ്ട്, കാട്ടിലൊക്കെ പോയിട്ടുള്ള പരിചയമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല അമ്പുകളില്ലെങ്കിൽ, ഷാർപ്പനായിട്ടുള്ള അമ്പുകളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഒരു ലീഡർ, അദ്ദേഹം തൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നോക്കിയ എന്നുള്ള കമ്പനി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരുപാട് പേര് അതിൻ്റെ ഫോൺ ഉപയോഗിച്ചവരുമാണ്. ഒരു ഘട്ടം വന്നപ്പോൾ അവരുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നപ്പോൾ മറ്റുള്ള ആളുകൾ, സാംസങ് അതുപോലെ തന്നെ ആപ്പിൾ പോലുള്ള കമ്പനികൾ, അവർ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ ഈ നോക്കിയയെ പിന്തള്ളിക്കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് അവരെത്തി. ഇന്നും അവർ കോടികൾ സമ്പാദിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് എത്ര ആകാരവടിവുണ്ട്, എത്ര ഭംഗിയുണ്ട് എന്നതിനേക്കാളപ്പുറം നമ്മുടെ കയ്യിൽ സ്കിൽസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്കിൽസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ എത്ര വലിയ ലീഡറായാലും, എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ആളായാലും, നമ്മൾ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, അതിന് നമുക്ക് ഭംഗം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും എന്നോടുകൂടി പറയാനുള്ളതുമായിട്ട് ഒറ്റ കാര്യമുള്ളൂ. നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വേറൊരു സ്കിൽസ് കൂടെ നമ്മൾ പഠിച്ച് അത് നമ്മൾക്ക് എങ്ങനെ സൊസൈറ്റിക്ക് ഉപകാരമാവുന്ന രീതിയിൽ അതിലൂടെ ഒരു വരുമാനം നമ്മൾക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ എങ്ങനെ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അത് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ ലൈഫിനും കൂടെ അത് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.